കുറച്ച് നാളായി നമ്മുടെ ഡ്യൂഡിയുടെ കുട്ടികൾ കലത്തിൽ നിന്ന് ഇങ്ങനെ എന്നെ എത്തിച്ചു നോക്കണത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് അവരെല്ലാത്തിനും പുറത്തുനിന്ന് ഇറക്കി. അതായത് നമ്മുടെ വർക്ക് ഏരിയ ഭാഗത്തുള്ള ഈ ഡവറയിലാണ് അവര് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പുറത്തിറക്കിയപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അതായത് അവരിങ്ങനെ ഒറ്റടി വെച്ച് നടക്കാൻ പറ്റാണ്ട് അവർ രണ്ട് ഫ്രണ്ടിലത്തെ കാല് ഭയങ്കരമായിട്ട് ഓക്കെ ആയിരുന്നു, പക്ഷെ ബാക്കിലത്തെ കാല് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ 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 ഉറക്കാത്ത പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്യൂഡി വന്നു. ഡ്യൂഡി ആണെങ്കിൽ ഡ്യൂഡിക്ക് കുറച്ച് OCD പ്രശ്നമുള്ള കാരണം ഫുൾ ടൈം ഇങ്ങനെ കുട്ടികളെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ പറയില്ലേ, കുളിപ്പിച്ച് കുട്ടി ഉണ്ടാവില്ല, അതുപോലെയാണ് ഡ്യൂഡിയുടെ കാര്യം. ഫുൾ ടൈം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കുട്ടികളെ ഭംഗിയിൽ നിർത്തുക. അല്ലെങ്കിലും എല്ലാ പൂച്ചകളും ഈ ഒരു പ്രായത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഫുൾ കെയറിങ് ആയിരിക്കും അല്ലേ. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ ഡ്യൂഡിയുടെ കുട്ടികൾ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്, നല്ല സംരക്ഷണത്തിലാണ് ഇവര് എൻ്റെ കെയർ ഓഫിൽ വളരണത്. കാരണം വെച്ചാൽ മറ്റ് മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പൂച്ചയായാലും കാടൻ പൂച്ചയൊക്കെ കുട്ടികളെ കടിച്ചു കൊണ്ടുപോകുന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഡ്യൂഡിക്ക് ടെൻഷനേ ഇല്ല. കാരണം വെച്ചാൽ ഇല്ലൊന്നും കടത്തൂല, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ തന്നെ എല്ലാം കെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ഡ്യൂഡി ഇരിക്കണം. ഡ്യൂഡി നല്ല ടെൻഷൻ ഫ്രീ ആയിട്ടാണ് പുറത്തേക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ പോവുക. കാരണം കുട്ടികളെ ഞാൻ നോക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ സേഫ് ആലോ എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡ്യൂഡി ഇങ്ങനെ പോണത്. ഒട്ടുമിക്ക പൂച്ചകളും നമ്മൾ കേട്ടിട്ടുണ്ട് 7 ഇല്ലം കടത്തും, അതായത് 7 സ്ഥലം മാറ്റും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ മുമ്പുള്ള പൂച്ചകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പോലും നമ്മുടെ വീട്ടിൽ പ്രസവിക്കില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പ്രസവിച്ച് മാറ്റി മാറ്റി കൊണ്ടുപോവുക ചെയ്യുക. പക്ഷേ ഡ്യൂഡി അങ്ങനെയല്ല. ഡ്യൂഡി ഇങ്ങനെ 2-3 വട്ടമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ കുറച്ചും കൂടി വലുതാകുമ്പോൾ അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. ഇപ്പോൾ കീറി പോയ പോലെ, കീറിന് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഈ ഒരു പൂച്ചക്കുട്ടികൾ 3 പേര് നല്ല രസാട്ടോ കാണാൻ. അതായത് നല്ല പഞ്ഞിക്കെട്ട് പോലെ 3 പൂച്ചക്കുട്ടികളാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡ്യൂഡിയുടെ ചായയുള്ള ഒരു പൂച്ചക്കുട്ടിയാണ്. അതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈക്ക് പേർഷ്യൻ ക്യാറ്റിൻ്റെ ഒക്കെ ഒരു പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഈ 3 പേര് ഞാനിങ്ങനെ ഏഷ്ണി പിടിപ്പിക്കാന്ന് പറയില്ല, അതുപോലെയാണ് രാത്രി ഡ്യൂഡി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി ഒരു 9:30-10 മണിക്കൊക്കെ കാണുന്ന കാഴ്ചയാണ് ഈ ഒരു കാഴ്ച. അപ്പം ഞാൻ ഈ കാല് പിടിച്ച് വലിക്കുക, കാല് നേരെ ആവണില്ല. അപ്പം ഞാൻ നേരെ വെച്ചിട്ട് അവരെന്നെ നടത്തിപ്പിക്കാനൊക്കെ നോക്കും. പിന്നെ എടുത്തിട്ട് പാല് കൊടുക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ ഡ്യൂഡിയുടെ മേത്തേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഡ്യൂഡി ആണെങ്കിൽ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ നക്കി ഞാനും ഇങ്ങനെ പൂച്ചക്കുട്ടികളെ പിടിച്ച് കൊടുക്കും, ചിലപ്പോൾ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡ്യൂഡി നല്ല രീതിയിൽ തന്നെയാണ് ഓരോ കുട്ടികളെയും കെയർ ചെയ്യണത്. അങ്ങനെ 2 പേര് ഇങ്ങനെ പാല് കുടിച്ച് അവർക്ക് വിശന്നപ്പോൾ പിന്നെ കണ്ടില്ലേ ഇവരിങ്ങനെ ഒറ്റടി വെച്ച് ഇങ്ങനെ നടക്കണതും അല്ലെങ്കിൽ അവരിങ്ങനെ വിറച്ച് നിൽക്കണമൊക്കെ കാണാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായത്ത് പൂച്ചക്കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്തൊരു സന്തോഷമാണല്ലോ ഇവരെങ്ങനെ കാണുമ്പോൾ. പ്രത്യേകിച്ച് പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ. കാരണം വെച്ചാൽ നമുക്കൊരു പൂച്ച വളർത്തുന്നുണ്ട്, ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ. അതുമാത്രമല്ല അത്രയും അടുപ്പായിട്ടുള്ള പൂച്ചയൊക്കെ ആണെങ്കിൽ ഇതുപോലെ തൊടാനും അല്ലെങ്കിൽ ഒഴിയാനൊക്കെ ഡ്യൂഡിക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെയൊക്കെ ഡ്യൂഡി കാണിച്ചു തരും. എനിക്ക് എല്ലാ പൂച്ചകളും അങ്ങനെ കാണിച്ചു തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ തലയിൽ ഒഴിയാനും അല്ലെങ്കിൽ ഇവിടെ ചെയ്യാനും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഡ്യൂഡിനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കാരണം എപ്പോഴാണ് നമുക്ക് കടി കിട്ടാൻ മാന്ത് കിട്ടാന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ചെയ്ത് അതങ്ങനെ ശീലമായി. ഡ്യൂഡിക്ക് ഇപ്പോൾ ഭയങ്കര റിലാക്സ്ഡായി ഞാനിപ്പോൾ ഉള്ളതും. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്യൂഡിക്ക് ഒരു 7-8 വയസ്സായിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ വട്ടം 4 കുട്ടികളായിരുന്നു, ഈ വട്ടം 3 കുട്ടികളായിരുന്നു. ഈ വട്ടം ഒരു ഫുൾ വൈറ്റ് വാല് മാത്രം നല്ല കളർ ചേഞ്ച് ആയിട്ടുള്ളൊരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ ഇവരെ പേരിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇവരെ പേരിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടിനെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.